നമസ്കാരം, പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. വരൾച്ച, വന്യമൃഗശല്യം, പ്രശ്നങ്ങളും പരിഹാരമാർഗങ്ങളും കിസാൻ ജനത സെമിനാർ സംഘടിപ്പിച്ചു. പ്രകൃതിയെ ചൂഷണം ചെയ്യുന്നതിൽ നിന്നും ഒഴിഞ്ഞുമാറാൻ ഇന്നത്തെ തലമുറയ്ക്ക് കഴിയില്ലെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ടി ഉഷാകുമാരി. മുള്ളൻകൊല്ലി പഞ്ചായത്തിലെ അതിർത്തി ഗ്രാമങ്ങളിൽ കുടിവെള്ളക്ഷാമം രൂക്ഷം. വെള്ളം വിതരണം ചെയ്യാൻ അധികൃതർ നടപടിയെടുക്കുന്നില്ലെന്ന് പരാതി. കുടിവെള്ളത്തിനായി നെട്ടോട്ടമൂടി കാപ്പിസെറ്റ് മുതലിമാരൻ കോളനിയിലെ കുടുംബങ്ങൾ. CPM പ്രക്ഷോഭത്തിലേക്ക്. കാഞ്ഞിരത്തിനാൽ കുടുംബത്തിന്റെ ഭൂമി പ്രശ്നം ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും ചർച്ചയാവുന്നു. ഭൂമി സംബന്ധിച്ച് വ്യക്തമാക്കുന്ന അന്വേഷണ റിപ്പോർട്ട് വന്നിട്ടും നടപടി വൈകുന്നു. വനംവകുപ്പ് അന്യായമായി പിടിച്ചെടുത്തത് 12 ഏക്കർ. വിളവെടുപ്പ് സീസണിലും സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്നും കരകയറാതെ കുടിയേറ്റ മേഖലയിലെ കർഷകർ. വായ്പാ തിരിച്ചടവുകൾ മുടങ്ങിയ കർഷകരെ ജപ്തി നടപടികളുമായി ബാങ്ക് പീഡിപ്പിക്കുന്നുവെന്ന്. വായ്പാ തിരിച്ചടവിന് സാവകാശം നൽകണമെന്ന് ആവശ്യം. ത്രിദിന അന്താരാഷ്ട്ര സെമിനാറിന് ബത്തേരി മാർ ബസേലിയോസ് B.Ed കോളേജിൽ തുടക്കം. സെമിനാർ പ്രൊഫസർ കരോലിന ലോറൻസ് ഉദ്ഘാടനം ചെയ്തു. സെമിനാർ വിഷയം നോളജ് ജനറേഷൻ, ന്യൂ വിസ്താസ് ആൻഡ് ചലഞ്ചസ്. വാർത്തകൾ വിശദമായി. വരൾച്ച, വന്യമൃഗശല്യം, പ്രശ്നങ്ങളും പരിഹാരം എന്ന വിഷയത്തിൽ കിസാൻ ജനത സെമിനാർ സംഘടിപ്പിച്ചു. കൽപ്പറ്റ MGT ഹാളിൽ നടന്ന സെമിനാർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഉഷാകുമാരി ഉദ്ഘാടനം ചെയ്തു. പ്രകൃതിയെ ചൂഷണം ചെയ്യുന്നതിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ ഇന്നത്തെ തലമുറയ്ക്ക് കഴിയില്ലെന്ന് ഉഷാകുമാരി പറഞ്ഞു. കാർഷിക ജില്ലയായ വയനാടിനെ വരൾച്ചയുടെ പടുകുഴിയിലേക്ക് നയിച്ചതിൽ നിന്നും ഇന്നത്തെ തലമുറയ്ക്ക് ഒഴിഞ്ഞുമാറാൻ കഴിയില്ല. രാജ്യത്ത് ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചിരുന്ന ലക്കിടി ഇന്ന് ഏറ്റവും മഴക്കുറവ് ലഭിക്കുന്ന പ്രദേശമായി മാറിക്കഴിഞ്ഞു. പ്രകൃതി ചൂഷണമാണ് ഇതിനെല്ലാം കാരണമെന്നും ടി ഉഷാകുമാരി പറഞ്ഞു. നമ്മൾ ഭൂരിഭാഗം ആളുകളും ഉൾപ്പെടുന്ന ഒരു തലമുറ, വളരെ കുറച്ചു പേരെ യുവജനങ്ങളായിട്ടുള്ളൂ. ബാക്കി എല്ലാവരും തന്നെ 50 വയസ്സിന് മുകളിലുള്ള ആളുകളാണ് ഇന്നിവിടെ ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ ഇവിടെ എത്തിയിരിക്കുന്നത്. കൂടുതൽ ആളുകൾ നമ്മുടെ തലമുറയാണ് ഈ നാടിനെ നശിപ്പിച്ചത് എന്ന് ഞാൻ പലപ്പോഴും പറയാറുണ്ട്. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നു. കഴിഞ്ഞ 30-35 വർഷത്തിനുള്ളിലാണ് പ്രകൃതിയെ അമിതമായി ചൂഷണം ചെയ്തത്. വനങ്ങളൊക്കെ നശിപ്പിക്കപ്പെട്ടത്. മണ്ണിൻ്റെ ഘടന മാറ്റം ഉണ്ടാകുന്ന രീതിയിൽ അമിതമായിട്ടുള്ള രാസവള പ്രയോഗങ്ങളൊക്കെ നടത്തിയത്. എല്ലാ തലത്തിലും പ്രകൃതിയെ ചൂഷണം ചെയ്ത ഒരു തലമുറയാണ് നമ്മളുടെ. കിസാൻ ജനത ജില്ലാ പ്രസിഡന്റ് VP വർക്കി അധ്യക്ഷനായിരുന്നു. NO ദേവസ്യ, കർഷക സംഘടനാ നേതാക്കളായ KJ ദേവസ്യ, PK അനിൽകുമാർ, അഡ്വക്കേറ്റ് ജോഷി സിറിയക്, ഡോക്ടർ അംബി ചിറയിൽ, PM ഷബീർ അലി, പ്രകാശ് ചോമാടി തുടങ്ങിയവർ സംസാരിച്ചു. വയനാട് ന്യൂസ്, കൽപ്പറ്റ. മുള്ളൻകൊല്ലി പഞ്ചായത്തിലെ അതിർത്തി ഗ്രാമങ്ങളിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമായിട്ടും വെള്ളം വിതരണം ചെയ്യാൻ നടപടിയില്ലെന്ന് പരാതി. പ്രദേശങ്ങളിൽ കുടിവെള്ളം വിതരണം ചെയ്യണമെന്നാവശ്യപ്പെട്ട് CPM പ്രക്ഷോഭത്തിലേക്ക്. മുള്ളൻകൊല്ലി പഞ്ചായത്തിലെ അതിർത്തി പ്രദേശമായ സീതാമൗണ്ട്, ഐശ്വര്യക്കവല, പാറക്കവല, ചാമപ്പാറ, കൊളവള്ളി തുടങ്ങിയ പ്രദേശങ്ങളിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമായിട്ടും കുടിവെള്ളം വിതരണം ചെയ്യാൻ നടപടിയെടുക്കുന്നില്ലെന്ന് പരാതി. സ്വന്തമായി കുടിവെള്ള സ്രോതസ്സുകളില്ലാത്ത കുടുംബങ്ങളടക്കം ഏറെ കുടുംബങ്ങൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശമായിട്ടുപോലും ഇവർക്ക് കുടിവെള്ളം എത്തിക്കുന്നതിൽ മുള്ളൻകൊല്ലി പഞ്ചായത്ത് നടപടി സ്വീകരിക്കുന്നില്ല. ഏക ആശ്രയം വാട്ടർ അതോറിറ്റിയുടെ കബനി ശുദ്ധജല പദ്ധതിയാണ്. ഈ പദ്ധതിയുടെ പ്രയോജനം ഇവിടെ ലഭിക്കുന്നില്ലെന്നും 2 ആഴ്ച കൂടുമ്പോഴാണ് പൈപ്പിൽ വെള്ളം വരുന്നത്, അതും കുറച്ച് സമയത്തേക്ക് മാത്രമാണെന്നും പരാതി ഉയരുന്നു. പലതവണ അധികൃതരുടെ ശ്രദ്ധയിൽ പ്രശ്നത്തിന്റെ ഗൗരവം പെടുത്തിയിട്ടും ഒരു പരിഹാരവും ഉണ്ടായിട്ടില്ല. ഈ നില വർഷങ്ങളായി തുടരുകയാണ്. ഗ്രാമപഞ്ചായത്ത് മെമ്പറടക്കം 130 കുടുംബങ്ങൾ ചേർന്ന് വാട്ടർ അതോറിറ്റിയിലും മുള്ളൻകൊല്ലി പഞ്ചായത്തിലും പരാതി നൽകിയിട്ടും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. വരൾച്ചക്കെടുതി മൂലം ഏറെ ദുരിതമനുഭവിക്കുന്ന പ്രദേശമായിട്ട് പോലും ജില്ലാ ഭരണകൂടം ഉൾപ്പെടെ പ്രശ്നത്തിന്റെ ഗൗരവം മനസ്സിലാക്കാൻ തയ്യാറായിട്ടില്ല. കുടിവെള്ളക്ഷാമം രൂക്ഷമായ പഞ്ചായത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ കുടിവെള്ളം വിതരണം ചെയ്യുമെന്ന് പറഞ്ഞിട്ടും പഞ്ചായത്ത് അധികൃതർ യാതൊരു നടപടിയും സ്വീകരിക്കുന്നുമില്ല. വിവിധ പ്രദേശങ്ങളിൽ മുടങ്ങിക്കിടക്കുന്ന ഐശ്വര്യ ശുദ്ധജല കുടിവെള്ള പദ്ധതി, ചാമപ്പാറ, കക്കാട്ട് കവല തുടങ്ങിയ പ്രദേശങ്ങളിലെ കുടിവെള്ള പദ്ധതി തുടങ്ങിയവ പ്രവർത്തനക്ഷമമാക്കാൻ നടപടിയും സ്വീകരിക്കുന്നില്ല. കൂടാതെ കബനി നദിയിലൂടെ കർണാടകയിലേക്ക് ഒഴുകിപ്പോകുന്ന ജലം ഉപയോഗപ്പെടുത്തുന്നതിന് പഞ്ചായത്തിന് കഴിയുന്നില്ലെന്നും പഞ്ചായത്ത് ഭരണസമിതിയുടെ ഇത്തരം ജനദ്രോഹ നടപടികൾക്കെതിരെ പ്രക്ഷോഭ പരിപാടികൾ ആരംഭിക്കാനും ഒരുക്കത്തിലാണ് CPM. വയനാട് ന്യൂസ്, പുൽപ്പള്ളി. വനംവകുപ്പ് അന്യായമായി പിടിച്ചെടുത്ത 12 ഏക്കർ ഭൂമി തിരിച്ചെടുക്കണമെന്നാവശ്യപ്പെട്ട് കാഞ്ഞിരത്തിനാൽ കുടുംബം നടത്തുന്ന സമരം വീണ്ടും ചർച്ചയാവുന്നു. കാഞ്ഞിരത്തിനാൽ ഭൂമി പിടിച്ചെടുത്തതിൽ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് വ്യക്തമാക്കുന്ന അന്വേഷണ റിപ്പോർട്ടുകൾ വന്നിട്ടും നടപടി വൈകുകയാണ്.
വനം വകുപ്പ് അന്യായമായി പിടിച്ചെടുത്ത ഭൂമി വിട്ടുനൽകണമെന്നാവശ്യപ്പെട്ട കാഞ്ഞിരത്തിനാൽ ജോർജിൻ്റെ മരുമകൻ ജെയിംസാണ് കലക്ട്രേറ്റ് പടിക്കൽ സമരം നടത്തുന്നത്. സമരം 575 ദിവസം പിന്നിട്ടു. വില കൊടുത്തു വാങ്ങിയ ഭൂമിയിൽ നിന്നും വനപാലകർ ജോർജിനെ ആട്ടിയിറക്കുകയായിരുന്നു. ഇതേ തുടർന്ന് തലചായ്ക്കാനിടമില്ലാതെ ജോർജും ഭാര്യയും അനാഥാലയത്തിൽ കിടന്നാണ് മരിച്ചത്. അവരുടെ മരണശേഷമാണ് ജോർജിൻ്റെ മകൻ ട്രീസയുടെ ഭർത്താവ് കുറ്റിയാടി കട്ടക്കയത്തിൽ ജെയിംസ് സമരം ഏറ്റെടുത്തത്. ബഹുജന പ്രക്ഷോഭത്തെയും ഇടപെടലുകളെയും തുടർന്ന് കാഞ്ഞിരത്തിനാൽ ഭൂവിഷയം അന്വേഷിക്കാൻ ചീഫ് സെക്രട്ടറി വയനാട് കലക്ടർക്ക് നിർദ്ദേശം നൽകിയിരുന്നു. ഇതേ തുടർന്ന് മുൻ മാനന്തവാടി സബ് കലക്ടർ ശ്രീറാം സാംബശിവറാവു അധ്യക്ഷനായ 3-അംഗ റവന്യൂ ഉദ്യോഗസ്ഥ സംഘം വിഷയം ആധികാരികമായി അന്വേഷിച്ച് കലക്ടർക്ക് റിപ്പോർട്ട് നൽകി. കലക്ടർ ഈ റിപ്പോർട്ട് ചീഫ് സെക്രട്ടറിക്ക് നൽകിയെങ്കിലും ഇതിന്മേൽ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. വനംവകുപ്പ് അന്യായമായിട്ടാണ് കാഞ്ഞിരത്തിനാൽ കുടുംബത്തിൻ്റെ ഭൂമി പിടിച്ചെടുത്തതെന്നും മറ്റൊരു ഭൂമിയാണ് യഥാർത്ഥത്തിൽ പിടിച്ചെടുക്കേണ്ടിയിരുന്നതെന്നും കുടുംബത്തെ വഴിയാധാരമാക്കിയ മുൻ DFO അടക്കമുള്ളവർക്കെതിരെ ശക്തമായ നടപടി വേണമെന്നുമാണ് സബ് കളക്ടറുടെ റിപ്പോർട്ടിൽ അടിവരയിട്ട് പറയുന്നത്. വനംവകുപ്പിൻ്റെ കള്ളനീക്കങ്ങൾ ഓരോന്നായും സബ് കളക്ടർ വിവരിച്ചിട്ടുണ്ട്. ജോർജിൻ്റെ ഭൂമി വനഭൂമിയാണെന്ന് തെളിയിക്കാനാവശ്യമായ രേഖകൾ സബ് കളക്ടർ മുമ്പാകെ ഹാജരാക്കാൻ വനംവകുപ്പിന് കഴിഞ്ഞിരുന്നില്ല. സബ് കളക്ടർ ആവശ്യപ്പെട്ടിട്ടും പല രേഖകളും വനംവകുപ്പ് ഹാജരാക്കിയിട്ടുമില്ല. ഇക്കാര്യങ്ങളെല്ലാം റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയിട്ടുമുണ്ട്. ഇതിനു മുമ്പ് 2009 അന്നത്തെ വിജിലൻസ് SP നടത്തിയ അന്വേഷണ റിപ്പോർട്ടിലും വനംവകുപ്പിൻ്റെ തെറ്റായ നടപടികൾ ചൂണ്ടിക്കാട്ടിയിരുന്നു. ഈ റിപ്പോർട്ട് ഇതുവരെയും വെളിച്ചം കണ്ടിട്ടില്ല. കാഞ്ഞിരത്തിനാൽ കുടുംബത്തിൻ്റെ ഭൂമി തെറ്റായി പിടിച്ചെടുത്തുവെന്ന വിവിധ അന്വേഷണ റിപ്പോർട്ടുകളിൽ വ്യക്തമായിട്ടും ഇതുവരെ ഉദ്യോഗസ്ഥരോ സർക്കാരോ നടപടി സ്വീകരിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് കഴിഞ്ഞ ദിവസം ആത്മഹത്യാ ഭീഷണിയുമായി യുവാക്കൾ രംഗത്തെത്തിയത്. കാഞ്ഞിരത്തിനാൽ കുടുംബത്തിൻ്റെ ദുരിതം ഇനിയും കണ്ടില്ലെന്ന് നടിക്കാനാവില്ലെന്നും യുവാക്കൾ പറയുന്നു. ഏതായാലും കാഞ്ഞിരത്തിനാൽ കുടുംബത്തിന് വിവിധ രാഷ്ട്രീയ പാർട്ടികളും സംഘടനകളും പൊതുസമൂഹവും സർവ്വപിന്തുണയും പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ഇനിയും പ്രശ്നപരിഹാരം വൈകിയാൽ കേരളത്തെ പിടിച്ചുകുലുക്കുന്ന രീതിയിലേക്ക് പ്രക്ഷോഭങ്ങൾ വഴിമാറാൻ സാധ്യതയേറെയാണ്. അനുപൂർഗീസ്, വയനാട് ന്യൂസ്, കൽപ്പറ്റ. കുടിവെള്ളക്ഷാമം, ഗോത്രവർഗ കുടുംബങ്ങൾ ദുരിതത്തിൽ. മുള്ളൻകൊല്ലി പഞ്ചായത്തിലെ കാപ്പിസെറ്റ് മുതലിമാരൻ കോളനിയിലെ 100ഓളം കുടുംബങ്ങളാണ് കുടിവെള്ളത്തിനായി നെട്ടോട്ടമോടുന്നത്. നിലവിൽ കോളനിയിലേക്ക് വെള്ളമെടുത്തിരുന്ന കുടിവെള്ള പദ്ധതി സ്രോതസ് വറ്റിയതാണ് കുടിവെള്ളക്ഷാമം രൂക്ഷമാകാൻ കാരണം. നിലവിൽ കിലോമീറ്റർ അകലെ നിന്നാണ് വെള്ളം തലച്ചുമടായി കൊണ്ടുവരുന്നത്. ഇവിടെയും ആവശ്യത്തിന് വെള്ളമില്ലാത്തതിനാൽ വെള്ളമെടുക്കാൻ കഴിയുന്നില്ലെന്നാണ് കോളനിക്കാർ പറയുന്നത്. കുടിവെള്ളക്ഷാമം രൂക്ഷമായതിനെ തുടർന്ന് ഗ്രാമപഞ്ചായത്ത് അംഗത്തിന്റെ നേതൃത്വത്തിൽ കുടിവെള്ളം വിതരണം ചെയ്യണമെന്നാവശ്യപ്പെട്ട് അധികൃതർക്ക് പരാതി നൽകിയെങ്കിലും പഞ്ചായത്ത് ഭരണസമിതിയുടെ ഭാഗത്തുനിന്ന് യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. മുൻപ് വരൾച്ചാക്കാലങ്ങളിൽ റവന്യൂ വകുപ്പിന്റെ നേതൃത്വത്തിൽ കോളനിയിൽ കുടിവെള്ളം നൽകിയിരുന്നു. എന്നാൽ ഇത്തവണ കുടിവെള്ളം വിതരണം ചെയ്യാൻ അധികൃതർ തയ്യാറായിട്ടില്ല. ഇതുമൂലം കോളനിയിലുള്ളവർക്ക് ഏറെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയാണ്. വരൾച്ചയുള്ള മേഖലകളിൽ കുടിവെള്ളം വിതരണം ചെയ്യുന്നതിന് സർക്കാർ നടപടി സ്വീകരിച്ചിട്ടും മുള്ളൻകൊല്ലി പഞ്ചായത്ത് അതിനാവശ്യമായ നടപടികൾ എടുത്തില്ല എന്നാണ് കോളനിക്കാരുടെ ആരോപണം. അടിയന്തരമായി കോളനിയിലെ കുടിവെള്ളക്ഷാമത്തിന് പരിഹാരം കാണാൻ ഗ്രാമപഞ്ചായത്ത് തയ്യാറാകണമെന്ന് കോളനിക്കാർ ആവശ്യപ്പെടുന്നു. വയനാട് ന്യൂസ്, പുൽപ്പള്ളി. സുൽത്താൻ ബത്തേരി മാർ ബസേലിയോസ് B.Ed കോളേജിന്റെയും കൗൺസിൽ ഫോർ ഹയർ എഡ്യൂക്കേഷൻ കേരള ഘടകത്തിന്റെയും അസോസിയേഷൻ ഓഫ് ഇന്റർനാഷണൽ റിസർച്ച് ഓഫ് ഇന്ത്യ ഒറിജിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ മാർ ബസേലിയോസ് കോളേജിൽ ത്രിദിന അന്താരാഷ്ട്ര സെമിനാർ ആരംഭിച്ചു. നോളജ് ജനറേഷൻ, ന്യൂ വിസ്താസ് ആൻഡ് ചലഞ്ചസ് എന്ന വിഷയത്തിൽ നടക്കുന്ന സെമിനാർ കണ്ണൂർ സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ M.K. അബ്ദുൽ ഖാദർ ഉദ്ഘാടനം ചെയ്തു. ബത്തേരി രൂപത അധ്യക്ഷൻ ജോസഫ് മാർ തോമസ് അധ്യക്ഷനായിരുന്നു. പ്രൊഫസർ കരോലിന ലോറൻസ് സെമിനാറിൽ മുഖ്യപ്രഭാഷണം നടത്തി. സെമിനാർ 13-ന് സമാപിക്കും. History stands testimony to the fact that the first university in the world was started here, Tashira University. It was started in BC 700. വിളവെടുപ്പ് സീസണിലും കുടിയേറ്റ മേഖലയിലെ കർഷകർ സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് കരകയറാൻ കഴിയാതെ ദുരിതമനുഭവിക്കുമ്പോഴും ബാങ്കുകൾ വായ്പ തിരിച്ചടവിന്റെ പേരിൽ കർഷകരെ പീഡിപ്പിക്കുന്നത് കുടിയേറ്റ കർഷകരെ ആശങ്കയിലാക്കുന്നു. നൂറുകണക്കിന് ആളുകൾക്കാണ് ദിവസേന ജപ്തി നോട്ടീസുകൾ ലഭിക്കുന്നത്. കടാശ്വാസ പദ്ധതിയിലും മറ്റും ആനുകൂല്യത്തിനായി അപേക്ഷ നൽകിയെങ്കിലും യാതൊരു പ്രയോജനവുമുണ്ടായില്ലെന്നാണ് കർഷകർ പറയുന്നത്. ഭൂരിഭാഗം കർഷകരുടെയും നാണ്യവിളകളായ കുരുമുളക്, കാപ്പി, ഏലം തുടങ്ങിയവയുടെ ഉൽപ്പാദനം കുറഞ്ഞതും വിലയിടിവും കർഷകരെ പ്രതിസന്ധിയിലാക്കി. സാമ്പത്തിക വർഷം അവസാനിക്കാറായതോടെ ബാങ്കുകളും മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളും വായ്പാ കുടിശ്ശിക തിരിച്ചുപിടിക്കുന്നതിനായി അദാലത്തുകളും മറ്റും ആരംഭിച്ചതോടെ വായ്പാ തിരിച്ചടവിന്റെ പലിശ പോലും അടയ്ക്കാൻ കഴിയാതെ കർഷകർ വലയുകയാണ്.
മുൻവർഷങ്ങളിലുണ്ടായ കടുത്ത വരൾച്ചയെ തുടർന്ന് പുൽപ്പള്ളി മുള്ളൻകൊല്ലി പഞ്ചായത്തുകളിലെ കാർഷിക വിളകളെല്ലാം ഉണങ്ങി നശിക്കുകയും ചെയ്തു. തുടർന്ന് കൃഷിക്കായി ബാങ്കുകളിൽ നിന്നും മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും വായ്പയെടുത്ത് കൃഷി ആരംഭിച്ചുവെങ്കിലും കാലാവസ്ഥാ വ്യതിയാനവും കീടബാധയും ഈ കൃഷികളും പൂർണ്ണമായി കരിഞ്ഞുണങ്ങാൻ കാരണമായി. ഇതോടെ കർഷകർ വീണ്ടും പ്രതിസന്ധിയിലായ അവസ്ഥയിലാണ്. ഇഞ്ചിയുടെ വിലയിടിവും കർഷകർക്ക് തിരിച്ചടിയായിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ബാങ്കുകൾ വായ്പാ തിരിച്ചടവിന് കർഷകർക്ക് സാവകാശം നൽകണമെന്നാണ് കർഷകർ പറയുന്നത്. എന്നാൽ കർഷകരുടെ ദുരിതങ്ങൾ അധികാര കേന്ദ്രങ്ങളിൽ എത്തിക്കുന്നതിനോ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾ നേരിൽ കാണാനോ ആരും തയ്യാറാകാത്ത അവസ്ഥയാണ്. ജലസേചന മന്ത്രി ഉൾപ്പെടെയുള്ളവർ ജില്ല സന്ദർശിക്കുന്നതിനോ കുടിയേറ്റ മേഖലയിലെ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾ കാണാനോ ഇതുവരെ തയ്യാറായിട്ടുമില്ല. സാമ്പത്തിക പ്രതിസന്ധിയിലായ കർഷകരുടെ വായ്പകൾക്ക് തിരിച്ചടവിന് സാവകാശം നൽകണമെന്നാണ് കർഷകരുടെ ആവശ്യം. എന്നാൽ ഈ കാര്യത്തിലും നടപടി സ്വീകരിക്കാൻ ആരും തയ്യാറാകുന്നില്ല എന്ന് കർഷകർ പറയുന്നു. വയനാട് ന്യൂസ്, പുൽപ്പള്ളി. വാഹന ഉടമകളെ തെറ്റിദ്ധരിപ്പിച്ച് VF3 വാഹനങ്ങൾ വിറ്റഴിച്ച അശോക് ലൈലാൻഡ് കമ്പനിയുടെ നടപടിയിൽ പ്രതിഷേധിച്ച് ബത്തേരി തിരുനെല്ലിയിലെ കമ്പനിയുടെ സർവീസ് സെന്ററിന് മുന്നിൽ വാഹന ഉടമകളുടെ സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ അനിശ്ചിതകാല ഉപരോധ സമരം ആരംഭിച്ചു. പ്രതിഷേധ പരിപാടി ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് CP കുര്യാക്കോസ് ഉദ്ഘാടനം ചെയ്തു. KG റജി അധ്യക്ഷനായിരുന്നു. ബ്രിജേഷ്, ഹരിദാസ്, ഐസക് തുടങ്ങിയവർ സംസാരിച്ചു. ഈ കഴിഞ്ഞ 2016 മാസത്തിനകം ഈ വണ്ടി രജിസ്ട്രേഷന് സജ്ജമാക്കി RTO ഓഫീസിന് മുമ്പാകെ ഹാജരാക്കണമെന്നാണ് നമ്മളോട് ലൈലാൻഡ് കമ്പനി നിർദ്ദേശിച്ചിട്ടുള്ളത്. എന്നാൽ 2016 12 മാസം എത്തുന്നതിന് മുന്നോടിയായി തന്നെ, ഒരു മാസം മുന്നേ തന്നെ 11 മാസം തന്നെ ഈ നിൽക്കുന്ന മുഴുവൻ വാഹനങ്ങളും 16ഓളം വരുന്ന മുഴുവൻ വാഹനങ്ങളും കരൂര് ബോഡി വർക്ക്ഷോപ്പിൽ ബോഡി കെട്ടി എല്ലാവിധ സംവിധാനത്തോടുകൂടി വണ്ടി രജിസ്ട്രേഷൻ ചെയ്യുന്നതിന് വേണ്ടി സുൽത്താൻ ബത്തേരി RTO ഓഫീസിൽ എത്തുമ്പോൾ സുൽത്താൻ ബത്തേരി ജോയിന്റ് RTO നമ്മളോട് പറഞ്ഞത് ഈ വാഹനം രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള സംവിധാനം ഇന്ന് നിലവിലില്ല. മാനന്തവാടി ടൗണിൽ അനധികൃത കെട്ടിട നിർമ്മാണം എന്ന പ്രചരണം അടിസ്ഥാനരഹിതവും വസ്തുതാവിരുദ്ധവുമാണെന്ന് താൽക്കാലിക ഷെഡ് നിർമ്മാണ ഉടമകൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കഴിഞ്ഞ ദിവസം 100-ൽ പരം പേർക്ക് തൊഴിൽ ലഭ്യമാക്കിയ 15 സെന്റ് സ്ഥലത്ത് താൽക്കാലികമായി നിർമ്മിച്ച ഷെഡിൽ വിവിധ വ്യാപാരങ്ങൾ ചെയ്ത് ഉപജീവനം നടത്തിവരുന്നവരെ വഴിയാധാരമാക്കാനേ ഈ വാർത്ത കൊണ്ട് ഉപകരിക്കുമെന്നും ഉടമകൾ പറഞ്ഞു. മാനന്തവാടി ഗാന്ധി പാർക്കിനോടടുത്തുള്ള ഒരു താൽക്കാലിക ഷെഡാണ്. താൽക്കാലിക ഷെഡ് 15 സെന്റ് സ്ഥലത്ത് 5 വ്യക്തികളുടെയാണ് ഈ സ്ഥലം. മാലിന്യങ്ങളെല്ലാം കുന്നുകൂട്ടിയിട്ടിരുന്ന ഈ സ്ഥലത്ത് ഒരു താൽക്കാലിക ഷെഡ് ഷീറ്റിൽ നിർമ്മിച്ചതാണ്. പൈപ്പും ഷീറ്റും മാത്രം. അതിൽ ചുമരോ മറ്റ് ഇഷ്ടികയോ ഒന്നും പണിതിട്ടില്ല. ഇതിൽ കുറച്ച് വഴിയോര കച്ചവടക്കാരടക്കമുള്ള പാവപ്പെട്ട കുറച്ച് കച്ചവടക്കാർ, ഇതിൽ ഒരു 30ഓളം കച്ചവടക്കാർ സ്റ്റാളുകൾ വെച്ച് കച്ചവടം നടത്തി വരുന്നുണ്ട്. അത് കുറച്ച് വിലക്കുറവിൽ വിൽക്കുന്നു എന്നുള്ള ഒരിതും മറ്റ് ഇത് വിജയിച്ചു എന്നുള്ളൊരു തോന്നലും വെച്ചിട്ട് ഇത് പൂട്ടിക്കാൻ വേണ്ടിയിട്ട് ചില വ്യക്തികൾ കുപ്രചരണങ്ങൾ നടത്തുകയാണ്. ബത്തേരി മുനിസിപ്പാലിറ്റിയുടെ നേതൃത്വത്തിൽ അധ്യാപക സംഗമവും സർവീസിൽ നിന്ന് വിരമിക്കുന്ന അധ്യാപകർക്ക് യാത്രയയപ്പും നൽകി. പരിപാടിയുടെ ഭാഗമായി നടന്ന വിദ്യാഭ്യാസ സെമിനാറിൽ കൽപ്പറ്റ നാരായണൻ വിഷയാവതരണം നടത്തി. മുനിസിപ്പാലിറ്റി ചെയർമാൻ CK സഹദേവൻ, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വത്സ ജോസ്, KK വത്സ, ജോൺസൺ തൊഴുത്തുങ്കൽ തുടങ്ങിയവർ സംസാരിച്ചു. സ്വന്തം ചിന്ത ഉപയോഗിച്ച് പറയുന്ന വ്യക്തികൾ രാഷ്ട്രീയ പാർട്ടികളിൽ ഇല്ലാത്തതുകൊണ്ട് ആ രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃത്വത്തെ കേവലം ആവർത്തിക്കുക മാത്രം ചെയ്തുകൊണ്ട് അലീനേഷൻ അനുഭവിക്കുന്ന രാഷ്ട്രീയ സംഘടനകളാണ് നമ്മുടെ കേരളത്തിൽ. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ പനമരം ബ്ലോക്ക് സമ്മേളനം മുളങ്കൊല്ലി സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഫാദർ ഫ്രാൻസിസ് നെല്ലിക്കുന്നേൽ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് PK രാമനാരായണൻ അധ്യക്ഷനായിരുന്നു. സംസ്ഥാനത്തെ സർവീസിൽ റിട്ടയർ ചെയ്ത സർക്കാർ ജീവനക്കാർ വെല്ലുവിളികൾ നേരിടുകയാണെന്നും ഇതിന് സർക്കാർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ടു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗിരിജാകൃഷ്ണൻ, വൈസ് പ്രസിഡന്റ് ശിവരാമൻ പാറക്കുഴി, C ഓമന, KP നാരായണൻ നമ്പൂതിരി, ഉഷാ ബേബി, മാഗി വിൽസന്റ്, PC മാത്യു, KM റോസ, TK ലൂക്ക എന്നിവർ സംസാരിച്ചു. ജില്ലാ സമ്മേളനം ഏപ്രിൽ മാസം 18-19 തീയതികളിൽ നമ്മുടെ കൽപ്പറ്റയിൽ വെച്ചാണ് 25ാം സമ്മേളനം. അതിനോടനുബന്ധിച്ചുള്ളതായ നമ്മളുടെ 25ാം വർഷം എന്നുള്ള രജത ജൂബിലിയോടനുബന്ധിച്ചുള്ള ജൂബിലി ഫണ്ടുകൾ രൂപീകരിച്ച് അതിനുവേണ്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഞാൻ പെട്ടെന്ന് പറയാം, പ്രവർത്തിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ അതിൽ നിന്നൊരു ഇതെടുത്തിട്ട് നമ്മുടെ ജൂബിലി സ്മാരക മന്ദിരത്തിന് ഒരു തുടക്കം കുറിക്കുന്നു. അങ്ങനെ പല കാര്യങ്ങൾ നമ്മളുടെ
ബത്തേരി ക്ഷീരസഹകരണ സംഘത്തിൽ 2016-17 വർഷം അവസാന 3 മാസങ്ങളിൽ പാലളന്ന മുഴുവൻ ക്ഷീരകർഷകർക്കും സംഘം പ്രഖ്യാപിച്ച അധിക വില വിതരണം ചെയ്തു. മിൽക്ക് സൊസൈറ്റി ഹാളിൽ നടന്ന ചടങ്ങിൽ തുക വിതരണം സംഘം പ്രസിഡന്റ് കെ പൗലോസ് ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് ഗോപിദാസ് അധ്യക്ഷനായിരുന്നു. 3500 കർഷകർക്കായി 40 ലക്ഷം രൂപയാണ് വിതരണം ചെയ്തത്. മാസത്തെ 40 ലക്ഷം ലിറ്റർ പാൽ നമ്മൾ സംഭരിച്ചിട്ടുണ്ട്. 40 ലക്ഷം രൂപ നമ്മളിപ്പോൾ ഇൻസെന്റീവായി കൊടുക്കുന്നു. തുടർന്ന് ഇന്ന് രാവിലെയും ഇന്നലെയൊക്കെയായി ചീരാലിൽ നിന്നും പല പ്രദേശത്തും കൃഷിക്കാർക്ക് ഒരു സംശയമുണ്ട്. എന്താ സംശയം? ഈ 2 രൂപ കൊണ്ട് 3 മാസത്തെ 2 രൂപ കൊണ്ട് ഇത് അവസാനിപ്പിക്കുകയാണോ എന്നൊരു സംശയമുണ്ട് കൃഷിക്കാർക്ക്. വണ്ടിക്കടവ് ശ്രീ അയ്യപ്പ ക്ഷേത്രത്തിൽ 3ാം പ്രതിഷ്ഠാ മഹോത്സവം കൊടിയിറങ്ങി. ചിരപുരാതനവും ചരിത്ര പ്രശസ്തവുമായ വണ്ടിക്കടവിലെ കർണാടകയോട് ചേർന്ന മാവിലാന്തോടിലെ ഉത്സവാഘോഷങ്ങൾക്ക് ആയിരങ്ങൾ പങ്കുചേർന്നു. ക്ഷേത്രം തന്ത്രി മാടമന ഇല്ലം നാരായണൻ നമ്പൂതിരി നേതൃത്വം നൽകി. ഉത്സവത്തിന്റെ ഭാഗമായി ദേവർഗദ്ദയിൽ നിന്ന് ആരംഭിച്ച താലപ്പൊലി ഘോഷയാത്രയ്ക്ക് നിരവധി വിശ്വാസികൾ പങ്കുചേർന്നു. ആഘോഷത്തിന്റെ ഭാഗമായി അഭിഷേകം, മലർ നിവേദ്യം, ഗണപതി ഹോമം, മൃത്യുഞ്ജയ ഹോമം, നവകം, പഞ്ചഗവ്യം, കലശം, അന്നദാനവും ദീപാരാധനയും നടന്നു. ദേശീയ കർഷക തൊഴിലാളി ഫെഡറേഷൻ സുൽത്താൻ ബത്തേരി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സായാഹ്ന ധർണ സംഘടിപ്പിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം പി ബാലചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ സെക്രട്ടേറിയറ്റിനു മുന്നിൽ ഹരിത വിശ്വംഭരൻ നടത്തിയ സമരമല്ലാതെ LDFന് UDFനെതിരെ എന്ത് സമരമാണ് നടത്താൻ കഴിഞ്ഞതെന്ന് PV ബാലചന്ദ്രൻ ചോദിച്ചു. 4 മാസം കഴിഞ്ഞപ്പോൾ അന്ന് നടത്തിയ സമരങ്ങൾ സ്വാശ്രയ കോളേജ് മാനേജ്മെന്റിന്റെ പ്രശ്നങ്ങളെ പറ്റി ഇവിടെയുള്ള സ്വാശ്രയ കോളേജുകൾ അടിച്ചു തകർക്കുകയും കലക്ടറേറ്റുകളും മറ്റും അടിച്ചു തകർത്തുകൊണ്ട് ഞങ്ങൾ ഈ സമരമുഖത്തുണ്ട് എന്ന് തെളിയിക്കുവാൻ വേണ്ടിയുള്ള സമരങ്ങളാണ് നടന്നിട്ടുള്ളത്. കേരളത്തിൽ ഇന്ന് ഭരിച്ചുകൊണ്ടിരിക്കുന്ന LDF ഗവൺമെന്റ് സമസ്ത മേഖലകളിലും പരാജയപ്പെട്ടപ്പോഴും ഡിവൈഎഫ്ഐക്കാർക്കും ഇടതുപക്ഷക്കാർക്കും മിണ്ടാട്ടമില്ലാതായെന്നും അദ്ദേഹം ആരോപിച്ചു. ചടങ്ങിൽ ഷാജി ചുള്ളിയോട് അധ്യക്ഷനായിരുന്നു. കാർഷിക തൊഴിലുറപ്പ് മേഖലയെ സംരക്ഷിക്കുക, തടഞ്ഞുവെച്ച ആനുകൂല്യങ്ങൾ ഉടൻ വിതരണം ചെയ്യുക, വിലക്കയറ്റം നിയന്ത്രിക്കുക, തടഞ്ഞുവെച്ച സാമൂഹിക സുരക്ഷാ പെൻഷൻ ഉടൻ വിതരണം ചെയ്യുക തുടങ്ങിയ ആവശ്യങ്ങൾ ധർണയിൽ ഉന്നയിച്ചു. ബാലസുബ്രഹ്മണ്യൻ, ബെന്നി ജോർജ്, സീതാ വിജയൻ, KE വിനയൻ തുടങ്ങിയവർ സംസാരിച്ചു. വയനാട് ന്യൂസ്, അമ്പലവയൽ. ജനശ്രീ സുസ്ഥിര മിഷൻ ബത്തേരി ബ്ലോക്ക് തല ക്യാമ്പ് സംഘടിപ്പിച്ചു. അധ്യാപക ഭവനിൽ നടന്ന ക്യാമ്പ് DCC മുൻ പ്രസിഡന്റ് KL പൗലോസ് ഉദ്ഘാടനം ചെയ്തു. ബത്തേരി മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ബാബു പഴുപ്പത്തൂർ അധ്യക്ഷനായിരുന്നു. സംഘടനാ ബ്ലോക്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് P വേണുഗോപാൽ, NM വിജയൻ, ബേബി വർഗീസ് തുടങ്ങിയവർ സംസാരിച്ചു. പുൽപ്പള്ളി ശ്രീനാരായണ ഗുരുദേവ ക്ഷേത്രത്തിൽ 3 ദിവസം നീണ്ടുനിന്ന പ്രതിഷ്ഠാ വാർഷിക മഹോത്സവം സമാപിച്ചു. ക്ഷേത്ര മേൽശാന്തി സുജിത്ത് കരിയാറ്റപാറയുടെ നേതൃത്വത്തിൽ പൂജാദി കർമ്മങ്ങൾ നടന്നു. മഹാഗണപതി ഹോമം, അന്നദാനം, കാവടിയുടെയും വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടെ താലപ്പൊലി ഘോഷയാത്ര എന്നിവയിൽ ആയിരങ്ങൾ പങ്കുചേർന്നു. തുടർന്ന് നടന്ന സാംസ്കാരിക സമ്മേളനം SNDP യോഗം സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി KK ധനേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ പ്രസിഡന്റ് VG സുരേന്ദ്രൻ അധ്യക്ഷനായിരുന്നു. സജി കുടികുളത്ത്, റെജി പോത്തനാമലയിൽ, സതീഷ് സീതാലയം, രാജമ്മ സുരേന്ദ്രൻ, അംബിക ശിവൻ, ഷിൻഡോ പൊട്ടയാനിക്കൽ എന്നിവർ സംസാരിച്ചു. വാരാമറ്റ മഖാമുറൂസ് 23 മുതൽ 28 വരെ നടക്കുമെന്ന് സംഘാടക സമിതി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 23, 24 തീയതികളിൽ നടക്കുന്ന മതപ്രഭാഷണ പരിപാടിയിൽ ഇസ്മായിൽ ദാരിമി, വെള്ളമുണ്ട, അബ്ദുൽ സലീം വാഫി തുടങ്ങിയവർ സംസാരിക്കും. 23-ാം തീയതി മുതൽ മതപ്രഭാഷണം ആരംഭിക്കും. 23-ന് വൈകുന്നേരം 7 മണിക്ക് സമസ്ത കേന്ദ്ര മുഷാവറ അംഗം ഷെഹുന B മൂസക്കോയ ഉസ്താദാണ് പ്രഭാഷണ പരമ്പരയുടെ ഉദ്ഘാടനം നിർവഹിക്കുന്നത്. 24-ന് വൈകിട്ട് പടിഞ്ഞാത്ത തരുവണ വെള്ളമുണ്ട റേഞ്ചിയുടെ ഉലമാ ഉമറ സംഘം. സുൽത്താൻ ബത്തേരി താലൂക്ക് ലൈബ്രറി കൌൺസിലിന്റെ നേതൃത്വത്തിൽ ലൈബ്രറി പ്രവർത്തകർക്കായി ലൈബ്രറി ഗ്രഡേഷൻ ശില്പശാല സംഘടിപ്പിച്ചു.
ബത്തേരി മിൽക്ക് സൊസൈറ്റി ഹാളിൽ നടന്ന പരിപാടി സംസ്ഥാന ലൈബ്രറി കൌൺസിൽ അംഗം PK സുധീർ ഉദ്ഘാടനം ചെയ്തു. AT ജോസ് അധ്യക്ഷനായിരുന്നു. PK സത്താർ, TB സുരേഷ് തുടങ്ങിയവർ സംസാരിച്ചു. പനമരം ബ്ലോക്ക് പഞ്ചായത്ത് 2016-17 വർഷത്തിൽ നടത്തുന്ന സഞ്ജീവനി സമഗ്ര ക്യാൻസർ നിയന്ത്രണ പദ്ധതിയുടെ ഭാഗമായി കുടുംബശ്രീ പ്രവർത്തകർ, ആശാ വർക്കർമാർ, സാമൂഹിക പ്രവർത്തകർ എന്നിവർക്കായി നടത്തിയ ഏകദിന പരിശീലന ക്യാമ്പ് പനമരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് TS ദിലീപ് കുമാർ ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു പ്രകാശ് അധ്യക്ഷയായിരുന്നു. അനിൽ മോൻ, മേഴ്സി ബെന്നി, സിന്ധു ബാബു, ശോഭന പ്രസാദ് എന്നിവർ സംസാരിച്ചു. മുളൻകൊല്ലി ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടന്ന ഏകദിന സെമിനാർ പനമരം ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മേഴ്സി ബെന്നി ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് ശിവരാമൻ പാറക്കുഴി അധ്യക്ഷനായിരുന്നു. കുടുംബശ്രീ സന്നദ്ധ സംഘടന പ്രതിനിധികൾ ഉൾപ്പെടെ ക്യാമ്പിൽ പങ്കെടുത്തു. 2 ദിവസങ്ങളിലായി നടക്കുന്ന നിർമ്മാണ തൊഴിലാളി യൂണിയൻ CITU വയനാട് ജില്ലാ സമ്മേളനം പനമരം C ഭാസ്കരൻ നഗറിൽ തുടങ്ങി. ഇന്ന് നടന്ന പ്രതിനിധി സമ്മേളനം CITU സംസ്ഥാന സെക്രട്ടറി KV ജോസ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് PA മുഹമ്മദ് അധ്യക്ഷനായിരുന്നു. KP ഷിജു, KV മോഹനൻ തുടങ്ങിയവർ സംസാരിച്ചു. M മധു പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. നാളെ വൈകിട്ട് നടക്കുന്ന ശക്തി പ്രകടനത്തോടെ സമ്മേളനം സമാപിക്കും. ഓട്ടോ ടാക്സി ആൻഡ് ലൈറ്റ് ഫെഡറേഷൻ CITU ബത്തേരി മുനിസിപ്പൽ കൺവെൻഷൻ സംഘടിപ്പിച്ചു. ലുതറൻസ് ചർച്ച് ഹാളിൽ നടന്ന കൺവെൻഷൻ CITU ജില്ലാ സെക്രട്ടറി PR ജയപ്രകാശ് ഉദ്ഘാടനം ചെയ്തു. സജീവ് അധ്യക്ഷനായിരുന്നു. PK കൃഷ്ണൻ, സുമേഷ് തുടങ്ങിയവർ സംസാരിച്ചു. NSS ബത്തേരി താലൂക്ക് വനിതാ യൂണിയന്റെ നേതൃത്വത്തിൽ കരയോഗ സമാജ സ്വയം സഹായ സംഘ പ്രവർത്തകർക്കായി ആധ്യാത്മിക പഠന ശിബിരവും ജീവിതശൈലി രോഗങ്ങൾ തടയുന്നതിന് ജൈവ പച്ചക്കറി മാർഗനിർദ്ദേശ ക്ലാസും സംഘടിപ്പിച്ചു. പഠന ശിബിരത്തിൽ വിവിധ വിഷയങ്ങളിൽ മധു മാസ്റ്റർ, ഐക്കശ്ശേരി ഗോപാലകൃഷ്ണൻ നായർ തുടങ്ങിയവർ ക്ലാസ് എടുത്തു. ജൈവ കൃഷി പ്രോത്സാഹന വിഷയത്തിൽ കൃഷി ഓഫീസർ P സജിത്തും ക്ലാസ് എടുത്തു. അമ്പുകുത്തി 19 സെന്റ് മേരീസ് ഇംഗ്ലീഷ് നഴ്സറി സ്കൂൾ 12ാം വാർഷികം മിന്നാരം 2017 എന്ന പേരിൽ ആഘോഷിച്ചു. വാർഷികാഘോഷം നെന്മേനി പഞ്ചായത്ത് പ്രസിഡന്റ് C കറപ്പൻ ഉദ്ഘാടനം ചെയ്തു. ഉദ്ഘാടനത്തിന് ശേഷം നഴ്സറി വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച പാട്ട്, ഡാൻസ്, ഒപ്പന, സ്കിറ്റ് തുടങ്ങിയ വിവിധ കലാപരിപാടികൾ അരങ്ങേറി. ഉദ്ഘാടന സമ്മേളന ചടങ്ങിൽ ഫാദർ ടോണി കോഴിമണ്ണിൽ അധ്യക്ഷനായിരുന്നു. പഞ്ചായത്ത് അംഗം UK പ്രേമൻ, സ്കൂൾ മാനേജർ ഫാദർ മത്തായി കടവിൽ, CH അബ്ദുള്ള, നിഷ സന്തോഷ്, VC അബ്രഹാം തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ അധ്യാപകരായ ലൈല, ഗിരിജ എന്നിവരെ ആദരിച്ചു. വയനാട് ന്യൂസ്, അമ്പലവയൽ. വയനാട് ന്യൂസ് ഇനി മുതൽ യൂട്യൂബിലും ഫേസ്ബുക്കിലും ലഭിക്കും. യൂട്യൂബിൽ വയനാട് ന്യൂസ് ലഭിക്കാൻ www.youtube.com/user/വയനാട് വിഷൻ/videos എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ഫേസ്ബുക്കിൽ വയനാട് ന്യൂസ് ലഭിക്കാൻ www.facebook.com/wv വയനാട് ന്യൂസ്. പ്രധാന വാർത്തകളിലേക്ക് വീണ്ടും. വരൾച്ച, വന്യമൃഗശല്യം, പ്രശ്നങ്ങളും പരിഹാരമാർഗങ്ങളും കിസാൻ ജനത സെമിനാർ സംഘടിപ്പിച്ചു. പ്രകൃതിയെ ചൂഷണം ചെയ്യുന്നതിൽ നിന്നും ഒഴിഞ്ഞുമാറാൻ ഇന്നത്തെ തലമുറയ്ക്ക് കഴിയില്ലെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് T ഉഷാകുമാരി. മുള്ളൻകൊല്ലി പഞ്ചായത്തിലെ അതിർത്തി ഗ്രാമങ്ങളിൽ കുടിവെള്ളക്ഷാമം രൂക്ഷം. വെള്ളം വിതരണം ചെയ്യാൻ അധികൃതർ നടപടിയെടുക്കുന്നില്ലെന്ന് പരാതി. കുടിവെള്ളത്തിനായി നെട്ടോട്ടമൂടി കാപ്പിസെറ്റ് മുതലിമാരൻ കോളനിയിലെ കുടുംബങ്ങൾ. CPM പ്രക്ഷോഭത്തിലേക്ക്.
കാഞ്ഞിരത്തിനാൽ കുടുംബത്തിന്റെ ഭൂമി പ്രശ്നം ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും ചർച്ചയാവുന്നു. ഭൂമി സംബന്ധിച്ച് വ്യക്തമാക്കുന്ന അന്വേഷണ റിപ്പോർട്ട് വന്നിട്ടും നടപടി വൈകുന്നു. വനം വകുപ്പ് അന്യായമായി പിടിച്ചെടുത്തത് 12 ഏക്കർ. വിളവെടുപ്പ് സീസണിലും സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്നും കരകയറാതെ കുടിയേറ്റ മേഖലയിലെ കർഷകർ. വായ്പാ തിരിച്ചടവുകൾ മുടങ്ങിയ കർഷകരെ ജപ്തി നടപടികളുമായി ബാങ്ക് പീഡിപ്പിക്കുന്നുവെന്ന്. വായ്പാ തിരിച്ചടവിന് സാവകാശം നൽകണമെന്ന് ആവശ്യം. ത്രിദിന അന്താരാഷ്ട്ര സെമിനാറിന് ബത്തേരി മാർ ബസേലിയോസ് ബി.എഡ് കോളേജിൽ തുടക്കം. സെമിനാർ പ്രൊഫസർ കരോലിന ലോറൻസ് ഉദ്ഘാടനം ചെയ്തു. സെമിനാർ വിഷയം നോളജ് ജനറേഷൻ, ന്യൂ വിസ്റ്റാസ് ആൻഡ് ചലഞ്ചസ്. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.